ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ODE. അതായത് ഈ ഒരു തന്നിട്ടുള്ള ODE അല്ലെ, ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഒരു ODE വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണുകയാണ് വേണ്ടത്. y = എന്നുള്ള ഫോമിലോട്ട് നമുക്ക് എത്തിക്കണം. അത് ഏത് വെച്ചിട്ട് ചെയ്യണം? ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്. അതായത് തന്നിട്ടുള്ള ODE എന്താണോ അത് ആദ്യം എഴുതുക. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y = 8. ഈ ODEയുടെ രണ്ട് സൈഡിലും എല്ലാ ടേമിനും ലാപ്ലേസ് അപ്ലൈ ചെയ്യാം. അന്നേരം എന്താ വരിക? L ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 3 കോൺസ്റ്റൻറ്റ് L ഓഫ് y ഡാഷ് പ്ലസ് 2 കോൺസ്റ്റൻറ്റ് L ഓഫ് y = 8 കോൺസ്റ്റൻ്റ് ആണ്. 8നെ പുറത്ത് വെച്ചാൽ L ഓഫ് 1 വരും. 8നെ നമുക്ക് 8 × 1 എഴുതിക്കൂടെ? അപ്പോൾ 8 × L ഓഫ് 1 വന്നു. ഇനി എന്താ? L ഓഫ് y ഡബിൾ ഡാഷിന് കറസ്പോണ്ടിങ് ആയി ഞാൻ ഇന്നലെ ഒരു 3 ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് L ഓഫ് y ഡബിൾ ഡാഷ് വന്നു കഴിഞ്ഞാൽ അതെന്തിനോട് ഈക്വലാണ്? S² × L ഓഫ് y മൈനസ് S × y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. y ഡബിൾ ഡാഷിന് കറസ്പോണ്ടിങ് ആയി S² × L ഓഫ് y. S² വന്നു, അടുത്തത് S വരും, അടുത്തത് S ഇല്ലാത്ത ടേം. അപ്പോൾ L ഓഫ് y, y ഓഫ് 0, y ഡാഷ് ഓഫ് 0 ഇതിങ്ങനെ ഓരോന്നിനും വരും. മൈനസ് 3 × L ഓഫ് y ഡാഷ് ഇതുപോലെ എഴുതുമ്പോൾ എന്താ വരിക? ആദ്യം ഇവിടെ y ഡബിൾ ഡാഷ് വന്നപ്പോൾ S² വന്നു. അപ്പോൾ y ഡാഷ് ആകുമ്പോൾ S അല്ലേ വരണ്ടു? S × L ഓഫ് y. S² ടേം വന്നു, അതിനേക്കാൾ ഒന്ന് കുറവ് വന്നു, അതിനേക്കാൾ ഒന്ന് കുറവ്. അപ്പോൾ S × L ഓഫ് y വന്നാൽ അടുത്ത് എന്താ? മൈനസ് y ഓഫ് 0. എസിൻ്റെ ടേം വന്നു കഴിഞ്ഞാൽ അടുത്തത് എസിൻ്റെ ടേം ഇല്ലാത്തത്. അടുത്തത് പ്ലസ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. 2 × L ഓഫ് y = L ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. 1/s ആണെന്ന് അറിയാം. L ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. അപ്പോൾ 8 × 1/sന് പകരം എന്ത് എഴുതിയാൽ മതി? 8/s എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിൽ L ഓഫ് y ഉള്ള ടേമുകളുണ്ട്. ഈ ബ്രാക്കറ്റ് ഒന്ന് ആദ്യം പൊളിച്ചെഴുതിക്കോ. S² × L ഓഫ് y മൈനസ് S × y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 മൈനസ് ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3s × L ഓഫ് y മൈനസ് ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. 3 × y ഓഫ് 0 എന്ന് പറയുമ്പോൾ 3y ഓഫ് 0 പ്ലസ് 2 × L ഓഫ് y = 8/s എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? L ഓഫ് yൻ്റെ ടേം എല്ലാം ഒന്നിച്ചെടുക്കുക. അപ്പോൾ L ഓഫ് y കോമൺ ആയി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? ഇവിടുന്ന് S². പിന്നെ L ഓഫ് y വരുമ്പോൾ L ഓഫ് y എടുത്താൽ ബാക്കിയുള്ളത് മൈനസ് 3s. പിന്നെ ഇവിടെ ഒരു L ഓഫ് y ഉണ്ട്, അതിൻ്റെ കൂടെ ആരാ ഉള്ളത്? +2. ബാക്കിയുള്ളത് ആരാ? ബാക്കിയുള്ള ആൾക്കാരാ അതേപോലെ എഴുതാം. S × y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 പ്ലസ് 3 × y ഓഫ് 0 = 8/s. ഇനി നമുക്ക് y ഓഫ് 0ൻ്റെ വാല്യൂ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ y ഓഫ് 0ക്ക് പകരം 2 കൊടുക്കുക. അതേപോലെ y ഡാഷ് ഓഫ് 0ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ y ഡാഷ് ഓഫ് 0ന് പകരം 3 കൊടുക്കുക. y ഓഫ് 0 എവിടെയൊക്കെ കാണുന്നോ അവിടെയൊക്കെ 2 കൊടുക്കുക. y ഡാഷ് ഓഫ് 0 കാണുന്നിടത്ത് 3 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? L ഓഫ് y × S² മൈനസ് 3s പ്ലസ് 2 മൈനസ് S × y ഓഫ് 0 എന്ന് പറയുമ്പോൾ 2 ആണ്. 2 × s എന്ന് പറയുമ്പോൾ 2s മൈനസ് y ഡാഷ് ഓഫ് 0ൻ്റെ വാല്യൂ 3 ആണ്. 3 × y ഓഫ് 0. y ഓഫ് 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ പ്ലസ് 6 എന്ന് വന്നു = 8/s എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക? മൈനസ് 3 + 6 എന്ന് പറയുമ്പോൾ എന്താ? +3 ആയില്ലേ? അപ്പോൾ L ഓഫ് y × S² മൈനസ് 3s പ്ലസ് 2 -2s പ്ലസ് 3 = 8/s എന്ന് വന്നു.
നമുക്ക് കിട്ടേണ്ടത് എൽ ഓഫ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അവസാനത്തോട്ട് എത്തണം. അതായത് ഈ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ആക്കണം. ഇത് ഈ ഒരു ബ്രാക്കറ്റ് എൽ ഓഫ് വൈനോട് മൾട്ടിപ്ലൈ ചെയ്ത ടേമാണ്. അത് അവിടെ തന്നെ വെക്കുക. ആദ്യം എന്ത് ചെയ്യുക, ഈ ടേമിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടാക്കുക. അപ്പം എന്താ വരിക, എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഈക്വൽ ടു 8/s. -2s ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പം പ്ലസ് 2s ആയി. പ്ലസ് 3 ഈക്വൽ ടുവിൻ്റെ അപ്പുറം പോകുമ്പം -3 ആയി. ഇതിപ്പോൾ a/b പ്ലസ് c ഫോമിലാണ് ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒറ്റക്ക് നിൽക്കുന്ന ആളെ കൂടെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. a പ്ലസ് സി ബി ഹോൾ ഡിവൈഡഡ് ബൈ ബി ഫോമിൽ എഴുതില്ലേ, അതേപോലെ ഈ 8ന് മാത്രമാണ് എസ് ഡിവൈഡഡ് ബൈ ഫോമിലുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യുക, എസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും, 8 പ്ലസ് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 പ്ലസ് 2s മൈനസ് 3 ഇൻറ്റു എസ് ഹോൾ ഡിവൈഡഡ് ബൈ എസ് എന്ന് വരും. ഈ എസ് ഉള്ളിലുള്ള രണ്ടാൾക്കും ബാധകം. അപ്പം എന്താ വരിക, 8 പ്ലസ് 2s ഇൻറ്റു എസ് എന്ന് പറയുമ്പം 2s സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എസ് എന്ന് പറയുമ്പം 3s എന്ന് വരും. അപ്പം ന്യൂമറേറ്ററിൽ 8 പ്ലസ് 2s സ്ക്വയർ മൈനസ് 3s ഹോൾ ഡിവൈഡഡ് ബൈ എസ് എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇവിടെ എൽ ഓഫ് വൈ ഇൻറ്റു എന്ന് പറഞ്ഞ ഈ ടേമിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറം കൊണ്ടുവരിക. ഇൻറ്റു ആയതുകൊണ്ട് അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഫോമിലോട്ട് വരും. അപ്പോൾ എൽ ഓഫ് വൈ ഈക്വൽ ടു 8 പ്ലസ് 2s സ്ക്വയർ മൈനസ് 3s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ബാക്കി എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. അതായത് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഏതോ ഒരു രണ്ട് നമ്പറും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം. രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ -3 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരിക. അല്ലെങ്കിൽ നമ്മുടെ -b പ്ലസ് ഓർ മൈനസ് ഫോം വെച്ച് ചെയ്യാം. ഇപ്പം -b പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 പ്ലസ് ഓർ മൈനസ് √9 മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 വരും. 3 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് വരുമ്പോൾ 3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4/2 2 വരും. 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2/2 എന്ന് പറയുമ്പോൾ 1 വരും. ഇപ്പോൾ x ഈക്വൽ ടു a എന്ന് പറയുന്നത് റൂട്ട് ആണെങ്കിൽ x മൈനസ് a എന്ന് പറയുന്നത് ഫാക്ടർ ആയിരിക്കും. അത് പ്രകാരം ചെയ്യുമ്പോൾ